നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ വഡോദര ലോക്സഭാ മണ്ഡലം ആർക്കും അറിയാത്തതല്ല. നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ പ്രതിനിധീകരിച്ച രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ, ഒന്ന് ഉത്തർപ്രദേശിലെ വാരണാസിയും മറ്റൊന്ന് ഗുജറാത്തിലെ വഡോദരയുമാണ്. വഡോദരയിൽ 5.25 ലക്ഷം വോട്ടിന് ജയിച്ച അദ്ദേഹം ആ മണ്ഡലം രാജിവെച്ചു. എന്നിട്ട് വാരണാസി തിരഞ്ഞെടുത്തു. വഡോദരയിലെ ഉപതിരഞ്ഞെടുപ്പിൽ BJPയുടെ ഭൂരിപക്ഷം അന്ന് കുത്തനെ കുറഞ്ഞത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ പിന്നീട് BJP അത് മേക്ക് ഓവർ ചെയ്തു. ഇപ്പോഴിതാ വഡോദരയ്ക്ക് കീഴിലുള്ള മഞ്ചൽപൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം, ആ മഞ്ചൽപൂരിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 4-1 കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ച BJP സ്ഥാനാർത്ഥി ഇത്തവണ അത് 1/4 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം ചുരുങ്ങിയത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക. കോൺഗ്രസിന്റെ വോട്ട് 5000-ഓളം കൂടുകയും ചെയ്തു. ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഐതിഹാസികമായ മാറ്റമാണെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാകുന്നതിനുള്ള സൂചനയായി കണക്കാക്കാമെന്നും ജിഗ്നേഷ് മെവാനി പറയുമ്പോൾ BJPക്ക് അത് വെറുതെ എഴുതി തള്ളാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടിയുടെ സഹായത്തോടെയാണ് കഴിഞ്ഞ തവണ BJP വലിയ രീതിയിലുള്ള വിജയം നേടിയെടുത്തത്. 182-ൽ 157 സീറ്റുകൾ നേടി 3-2 ഭൂരിപക്ഷം നേടും എന്ന് പ്രവചിച്ച കണക്കുകളെല്ലാം തെറ്റിച്ച് 4-3 ഭൂരിപക്ഷത്തോടു കൂടി, അതായത് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്വപ്നതുല്യമായ ഭൂരിപക്ഷത്തോടെയാണ് BJP അധികാരത്തിൽ ഏറിയത്. എന്നാൽ ഇപ്പോൾ BJPക്ക് ആ അധികാര തുടർച്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയിക്കണമെങ്കിൽ കോൺഗ്രസ് ഏതൊക്കെ രീതിയിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല എന്നും 25 സീറ്റുകൾ മാത്രം ജയിച്ചപ്പോൾ 1 സീറ്റ് തോറ്റത് വലിയ തോൽവിക്ക് തുല്യമാണെന്നും അവർ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ്? 2014-ലെയും 2019-ലെയും വോട്ടിംഗ് പാറ്റേൺ അല്ല 2024-ൽ ഗുജറാത്തിൽ കണ്ടത്. 6ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഒരു ഘട്ടം വരെ ലീഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവസാന ലാപ്പ് വരെ എണ്ണീറ്റാണ് BJP സ്ഥാനാർത്ഥികൾ ഈ 6 മണ്ഡലങ്ങളിലും വിജയിച്ചു കയറിയത്. അതുമാത്രമല്ല, 7ാമത്തെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 35,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചതും ചെറിയൊരു കണക്കായി കാണാനും കഴിയുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബാലികേറ മലയായി കണക്കാക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംഭവ്യമായതൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ കണക്കൂട്ടുന്നത്. 2017-ൽ ഗുജറാത്തിൽ കോൺഗ്രസ് നേടിയ മിന്നുന്ന പ്രകടനം, മുന്നേറ്റം, അത് ആവർത്തിക്കപ്പെടില്ല എന്ന് ആര് കണ്ടു? 2017-ലെ തനിയാവർത്തനം 2027-ലും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുകയാണ്. മുന്നിൽ നിന്ന് നയിക്കാൻ ജിഗ്നേഷ് മെവാനിയെ പോലെ ചുറുചുറുക്കുള്ള നേതാക്കളുള്ളപ്പോൾ മഞ്ഞൾപൂരിൽ സംഭവിച്ചിരിക്കുന്ന ഈ വോട്ട് വ്യത്യാസം അത് ഒടുവിൽ പല BJP നേതാക്കളെയും അട്ടിമറിയിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ട്രെൻഡ് തന്നെയാണ്.